മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകനാണ് ഐ.വി. ശശി. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലായി 120-ലധികം ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും തുടക്കകാലത്ത് മികച്ച കഥാപാത്രങ്ങൾ നൽകി അവരെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന മഹാസംവിധായകനാണ് അദ്ദേഹം. ഏതെല്ലാം ചിത്രങ്ങളിലാണ് ഐ.വി. ശശിയോടൊപ്പം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ചത് എന്ന് നോക്കാം. അഹിംസ, സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം, നാണയം, ഇനിയെങ്കിലും, ആൾക്കൂട്ടത്തിൽ തനിയെ, അടിയൊഴുക്കുകൾ, അതിരാത്രം, ലക്ഷ്മണരേഖ, അങ്ങാടിക്കപ്പുറത്ത്, ഇടനിലങ്ങൾ, കരിമ്പിൻ പൂവിനക്കരെ, അനുബന്ധം, വാർത്ത, അടിമകൾ ഉടമകൾ എന്നിങ്ങനെ 14 ഐ.വി. ശശി ചിത്രങ്ങളിലാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ചത്. 14 ചിത്രങ്ങൾ കൂടാതെ മമ്മൂട്ടി അഭിനയിച്ച മറ്റ് ഐ.വി. ശശി ചിത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. തൃഷ്ണ, ഈ നാട്, ഇന്നല്ലെങ്കിൽ നാളെ, ജോൺ ജാഫർ ജനാർദ്ദനൻ, തടാകം, അമേരിക്ക അമേരിക്ക, അക്ഷരങ്ങൾ, കാണാമറയത്ത്, ആവനാഴി, ഇത്രയും കാലം, നാൽക്കവല, 1921, അബ്കാരി, മുക്തി, മൃഗയ, മിഥ്യ, ഇൻസ്പെക്ടർ ബൽറാം, നീലഗിരി, ബൽറാം വേഴ്സസ് താരാദാസ് എന്നിങ്ങനെ 33 ചിത്രങ്ങളിലാണ് മമ്മൂട്ടിയും ഐ.വി. ശശിയും ഒരുമിച്ചത്. മമ്മൂട്ടിയും മോഹൻലാലും ഐ.വി. ശശിയും ഒരുമിച്ച 14 ചിത്രങ്ങൾ കൂടാതെ മോഹൻലാൽ അഭിനയിച്ച മറ്റ് ഐ.വി. ശശി ചിത്രങ്ങളാണ് ഉയരങ്ങളിൽ, രംഗം, അഭയം തേടി, അനുരാഗി, അർഹത, ദേവാസുരം, വർണ്ണപ്പകിട്ട്, ശ്രദ്ധ എന്നിവ. അങ്ങനെ 22 ചിത്രങ്ങളിലാണ് ഐ.വി. ശശിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ അഭിനയിച്ചത്. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഉൾപ്പെടുത്തി 40 ചിത്രങ്ങളാണ് ഐ.വി. ശശി സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇവയിൽ ഏതെങ്കിലും ചിത്രങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി അവ സൂചിപ്പിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.